അങ്ങനെ അല്ല, ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ അങ്ങനെയൊന്നുമില്ല. ഒരു വേറെ ഒരു പണിയില്ലെങ്കിൽ ഒന്ന് കാണാം. പഴയ 3 മുമ്പുള്ള ക്യാപ്റ്റൻ അമേരിക്കയുടെ സിനിമകളുണ്ടല്ലോ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. അല്ലാണ്ട് കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എൻഗേജിങ് അല്ല. പിന്നെ ആന്റണി മാക്കിയുടെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫാൽക്കണായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. കൊള്ളാം, നല്ല ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. അല്ല, കണക്ട് ആവുകയൊന്നുമില്ല, അത്യാവശ്യം നല്ല പരിപാടിയാണ്. നല്ല ആക്ഷനും പരിപാടിയൊക്കെ, ബോറൊന്നും അടിക്കത്തില്ല. 2 മണിക്കൂറുള്ളൂ പടം, ചെറിയ പടമാണ്. ആരെ കുഴപ്പം സെയിമാണ്, നല്ല പടമാണ്. മറ്റേ സാമിൽസൺ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നൈസായിരുന്നു. ഇല്ല, ഇപ്പം ഈ ഡെഡ് പൂൾ ഇറങ്ങിയതിനു ശേഷം ഭയങ്കര എക്സ്പെക്ടേഷൻ ആണല്ലോ, അപ്പം അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയില്ല. പിന്നെ പൊതുവെ ഇത് അവരുടെ തന്നെ ഇക്കൊല്ലത്തെ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ മൂവിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ നൈസാണ്, ആക്ഷൻ ബ്ലോക്ക് ഒക്കെ കൊള്ളാം. പക്ഷെ അത്രയ്ക്ക് ഡെഡ് പൂളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെവൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ലൈക്ക് ഇത് സ്റ്റാർട്ടിങ് ആണല്ലോ, സോ അപ്പം കുഴപ്പമില്ല, കണ്ടിരിക്കാം അത്രയും. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ക്രിസ് ഇവൻസ് ആണ് സംഭവം. ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇതിനകത്തൊന്നും ഇല്ല, സത്യം പറഞ്ഞ പേരേ ഉള്ളൂ. പുള്ളി പറക്കുവാണ് എന്തായാലും. ഫാൽക്കണാണ് സംഭവം. ഈ സംഭവമായിട്ട് തോന്നിയില്ല, എനിക്ക് തോന്നിയില്ല. കൊള്ളാം, അത് ശരിയാണ്. ഒന്നുമായിട്ട് ഒന്നും മാച്ച് ആവാനില്ല. വില്ലന്റെ ഒരു ഇതും കാണിക്കണമൊന്നുമില്ല. തട്ടിക്കൂട്ടി ഇത് തന്നെ. ഫൈനലും ഇതായിട്ട് ഒരു ഇത് മാച്ച് ഇല്ല, ഒന്നും പോരാ, ആവറേജ്. എടുത്ത് പറയാനായിട്ടൊന്നുമില്ല, ഭയങ്കര വീക്കായിരുന്നു. ഈ മാർവലിൽ വെച്ചിട്ട് ഏറ്റവും വീക്ക് മൂവി ആയിട്ടാണ് തോന്നിയത്. ആ ഒരു സ്റ്റോറി ഒന്നും ഇല്ല, ഒരു ഫ്ലോയും ഇല്ല, എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പിന്നെ മാർവലിൽ വെറുതെ ഒരു പടം ഇറക്കിയ പോലെയാണ് ഫീൽ ചെയ്തത്. അതൊന്നും അങ്ങനെ കണ്ടിരിക്കാനായിട്ടൊന്നും ഭയങ്കര ലാഗും തോന്നി. നല്ല മൂവിയൊക്കെ. ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് തോന്നൂല, ഫാൽക്കൺ വന്ന് ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. നീതിപൂർത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, എല്ലാം കൊള്ളായിരുന്നു. കോമഡി അല്ല, കൊള്ളാം ബ്രോ. അങ്ങനെ ഇപ്പം നമുക്ക് എല്ലാവർക്കും സ്റ്റീവ് റോജേഴ്സ് നമ്മളെ ക്യാപ്റ്റനെ കണ്ടു വന്നവർക്ക് കുറച്ച് പാടായിരിക്കും ഫാൽക്കൺ എങ്ങനെ കാണാനില്ല. പടം നൈസ്, കുഴപ്പമില്ല. കുറച്ചുകൂടെയൊക്കെ റെഫറൻസസ് കൂട്ടായിരുന്നു, മാർവലുമായിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്യായിരുന്നു. പഴയ ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ടും തോന്നിയില്ല. ഒരു പുതിയ വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷെ അങ്ങോട്ട് കൺവിൻസ്ഡ് ആയില്ല പടം. അല്ല, ഇതിന്റെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴുള്ള ചില സ്ക്രീൻ പ്ലേ ഒക്കെ അങ്ങനെ കുറച്ച് വീക്ക് ആയതുപോലെ തോന്നുന്നു. ഓക്കെ ഫിലിം, അത് തന്നെയാണ്. ഒരു ഒട്ടും ഈ റെഡ് ഹൾക്കിനെ കാണിച്ച രീതി അല്ല, പുള്ളിയുടെ ഒരു റേജ് ഒക്കെ നൈസായിരുന്നു. പക്ഷെ അത് ഡൗൺ ചെയ്ത് വന്ന് എത്തിച്ച ഒരു പോയിന്റ് വളരെ വീക്കായിരുന്നു. ഒട്ടും കൺവിൻസിങ് അല്ലായിരുന്നു.